നമ്മുടെ കക്ക വട അല്ലെങ്കിൽ എരുന്ത് വട അതിന് വേണ്ടി നമ്മളൊരു ബൗൾ എടുത്തിട്ട് 1 കപ്പ് വെള്ളം ഒഴിച്ചു. എന്നിട്ട് അതിലേക്ക് 1 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കാം. എന്നിട്ട് 100 ഗ്രാം നെയ്യ് അഥവാ 2 ടേബിൾ സ്പൂൺ അത്രത്തോളം അളവ് വരുന്നത്. എന്നിട്ട് അതിലേക്ക് ഒരു 3.5 കപ്പ് മൈദമാവ് ഇട്ട് നന്നായി കുഴച്ച് ഈ പരുവത്തിലാക്കിയെടുക്കാം. ഒന്നും കൂടി മയപ്പെടുത്താൻ വേണ്ടിയിട്ട് 1-2 മിനിറ്റ് നേരത്തേക്കും കൂടി ഒന്ന് മൂടി വെക്കാം. എന്നിട്ട് നമുക്കിതിനെ ഉരുളകളാക്കി മാറ്റാം. നമുക്കിവിടെ 9 ഉരുളകളാണ് കിട്ടിയിട്ടുള്ളത്. ഇനിയാണ് നമ്മുടെ അടുത്ത സ്റ്റേജ്. അതിനുവേണ്ടി നമ്മളൊരു പലകയും ഉരുട്ടാൻ വേണ്ടി കുഴലും പിന്നെ തൂവാൻ വേണ്ടി ലേശം മൈദപ്പൊടി എടുത്തിട്ടുണ്ട്. ഇനിയാണ് നമ്മുടെ ഉരുട്ടിപ്പരത്തൽ പ്രോസസ്സ്. അതിനുവേണ്ടി ഈ വീഡിയോയിൽ കാണുന്ന പോലെ ഇടയ്ക്കിടയ്ക്ക് മൈദപ്പൊടിയൊക്കെ തൂവി നല്ല നൈസാക്കി പരത്തിയെടുക്കണം. പിന്നെ നമ്മുടെ മാവ് പലകയിൽ ഒട്ടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് കുറച്ച് മൈദമാവ് തൂവി കൊടുക്കുന്നത്. അപ്പോൾ ഇതിലെ മെയിൻ പ്രോസസ്സായ പരത്തൽ നമ്മളിവിടെ വിശദമായി വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. നിങ്ങളപ്പോൾ ഇത് സ്കിപ്പ് ചെയ്യാണ്ട് കാണണം. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മറിച്ചിട്ട് കുറച്ച് മൈദമാവൊക്കെ തൂവി പിന്നെ വീണ്ടും ഉരുട്ടി ഈ കാണുന്ന പോലെ സെറ്റപ്പാക്കി എടുക്കാം. ഇതേ രീതിയിൽ നൈസായി പരത്തണം. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളിവിടെ വിജയിച്ചിരിക്കുകയാണ്. നമ്മളെ പരത്തൽ പ്രോസസ്സ് ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ്. ഇനി നമ്മുടെ അടുത്ത പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ വട്ടത്തിൽ മുറിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മളിവിടെ എടുത്തിട്ടുള്ളത് പുട്ടുംകുറ്റിയുടെ മൂടിയാണ്. നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഏത് മൂടി വേണമെങ്കിലും എടുക്കാം, പക്ഷേ അതിൻ്റെ വക്ക് മൂർച്ചയുണ്ടോ എന്ന് ചെക്ക് ചെയ്യണം. ഇനി നമുക്ക് നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്ന എരുന്ത് മിക്സ് ഒന്ന് ചൂടാക്കി എടുക്കാം. നമ്മൾ എരുന്ത് മിക്സ് എങ്ങനെ പ്രിപ്പയർ ചെയ്യുന്നതിൻ്റെയുള്ള വീഡിയോൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്, പിന്നെ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കണേ. അപ്പോൾ അതിന് ശേഷം നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച വട്ടങ്ങളുണ്ടല്ലോ, ആ വട്ടങ്ങളിലെ ഓപ്പോസിറ്റ് വശം എടുത്തിട്ട് അതിൻ്റെ ഉള്ളിൽ നമുക്ക് അത്യാവശ്യം മിക്സ് വെച്ചതിന് ശേഷം ഒന്ന് ഒട്ടിക്കുക. അതിനുശേഷം ഈ വീഡിയോയിൽ കാണുന്ന പോലെ ഇങ്ങനെ പിരി പോലെ കയറ് പിരിക്കണ പോലെ മടഞ്ഞെടുക്കാം. ഇത് ചെയ്തിട്ട് പരിചയമില്ലാത്തവർക്ക് ആദ്യം കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവും. പിന്നെ എന്താ പറയുക, പ്രാക്ടീസ് മേക്ക് മാൻ പെർഫെക്റ്റ് എന്നല്ലേ. അപ്പോൾ നമ്മൾ കുറച്ചണ്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ പെർഫെക്റ്റ് ആയിട്ട് വന്നോളും. സംഭവം അത് കാണുമ്പോൾ ഇത്തിരി ടഫൊക്കെ തോന്നുമെങ്കിലും ഭയങ്കര രസകരമായ സംഭവമാണ് കേട്ടോ. ഇനിയിപ്പോൾ നമ്മളെ അടുത്ത സ്റ്റേജ് എന്ന് പറഞ്ഞാൽ ഇത് എണ്ണയിലിട്ട് പൊരിക്കലാണ്. അതിനു വേണ്ടി നമ്മൾ ചീനച്ചട്ടി എടുത്തിട്ടുണ്ട്. ഇനി ചീനച്ചട്ടിയിൽ ഒഴിച്ച വെളിച്ചെണ്ണ നല്ല ചൂടായി വരുന്ന സമയത്ത് നമ്മളെ വടകൾ ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഒരു അപ്പക്കോര് ഉപയോഗിച്ചിട്ട് അപ്പുറം അങ്ങനെ മറിച്ച് കൊടുത്തിട്ട് ഇതൊരു ഗോൾഡൻ ബ്രൗൺ നിറമാവുന്ന വരെ നമുക്ക് ഈ പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്യാം. ഇടയ്ക്ക് ആ ഫ്ലെയിം ഒന്ന് ക്രമീകരിക്കാൻ ശ്രദ്ധിക്കണേ. ഫ്രണ്ട്സ്, അപ്പോൾ നല്ലൊരു മണം വരുന്നുണ്ട്. പക്ഷെ എന്താ പറയുക, ഇപ്പം തന്നെ നമ്മളിത് ട്രൈ ചെയ്ത് നോക്കിയാൽ വായ പൊള്ളും. ഒരു 3-4 മിനിറ്റ് വെയിറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ സുലൈമാനും ഇതുണ്ടല്ലോ, ഒരു രക്ഷയില്ലാത്ത കോമ്പിനേഷനാണ്. സത്യം പറയാലോ, തകർപ്പൻ ടേസ്റ്റാണ്. അപ്പോൾ ഇതുപോലെയുള്ള ഡിഷസുമായി ഞങ്ങൾ ഇനിയും വരുന്നതാണ്. ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഈ ഡിഷ് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും അതോടൊപ്പം തന്നെ ഷെയർ ചെയ്യാനും നമ്മുടെ സബ്സ്ക്രൈബ് ബട്ടൺ അമർത്താനും മറക്കരുത്. അടുത്ത തിങ്കളാഴ്ച 2 മിനിറ്റ് റെസിപ്പിൻ്റെ നെക്സ്റ്റ് വീഡിയോ വരുന്നതാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യണം. ബൈ.